നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കോപ്പ അമേരിക്ക കിരീടം അർജന്റീനയ്ക്ക് എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ ലൗട്ടോരയുടെ ഗോളിലാണ് വിജയം. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ പൂജകളോടെ നടന്നു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ 16-ന് നടക്കുന്ന ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗാർഗിൽ യുദ്ധവിജയത്തിന്റെ മുഖ്യ പങ്കുവഹിച്ച ബ്രിഗേഡിയൻ NA സുബ്രഹ്മണ്യനെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ലൗട്ടാരയുടെ ഗോളിൽ അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം. പരിക്കേറ്റ് കണ്ണീരോടെ മടങ്ങിയ ലിയോൺ മെസ്സിക്ക് അവസാന ടൂർണമെന്റ് ആഘോഷമാക്കിയ ഏഞ്ചൽ ഡി മരിയയ്ക്ക് സമ്മാനമായി അർജന്റീനയുടെ കോപ്പ അമേരിക്ക 2024 കിരീടധാരണം. ഇരു ടീമും അക്കൗണ്ട് തുറക്കാതിരുന്ന 90 മിനിറ്റുകൾക്ക് ശേഷമുള്ള എക്സ്ട്രാ ടൈമിൽ പകരക്കാരനായി ഇറങ്ങിയ ലൗട്ടാരോ മാർട്ടിനസ് നേടിയ ഏക ഗോളിലാണ് അർജന്റീനയുടെ കിരീടധാരണം. അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടമാണിത്. അടി, ഇടി, ചവിട്ട് എല്ലാം നിറഞ്ഞതായിരുന്നു കളത്തിന് പുറത്തും അകത്തും കോപ്പ അമേരിക്ക ഫൈനൽ 2024. ടിക്കറ്റ് ഇല്ലാതെ എത്തിയ കൊളംബിയൻ ആരാധകർ വലിയ സുരക്ഷാ പ്രശ്നമായതോടെ മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ 82 മിനിറ്റ് വൈകിയാണ് അർജന്റീന കൊളംബിയ ഫൈനൽ ആരംഭിച്ചത്. കിക്ക് ഓഫായി ആദ്യ മിനിറ്റുകളിൽ തന്നെ അർജന്റീനയുടെ ജൂലിയൻ അൽവാരൻസ് മുന്നിലെത്തുവാനുള്ള അവസരം കളഞ്ഞുകുളിച്ചു. പിന്നാലെ തിരിച്ചടിക്കുവാനുള്ള അവസരം കൊളംബിയയുടെ കോർഡോബയ്ക്കും കൈമോശം വന്നു. കൊളംബിയൻ പ്രസിന് മുൻപിൽ വിയർക്കുന്ന അർജന്റീനയെയാണ് ആദ്യ പകുതിയിലുടനീളം കണ്ടത്. കൊളംബിയ അവരുടെ ഫിസിക്കൽ ഗെയിം ഫൈനലിലും പുറത്തെടുത്തു. എങ്ങനെയും ഗോളടിക്കുവാനുള്ള കൊളംബിയൻ കുതിപ്പും അപ്രതീക്ഷിത ഷോട്ടുകളും അർജന്റീനയ്ക്ക് തലവേദന ഇരട്ടിയാക്കി. അതേസമയം അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കുന്ന സാക്ഷാൽ ലിയോൺ മെസ്സിക്ക് പോലും ഫിനിഷിംഗ് പിഴച്ചു. ഇതോടെ ഗോൾ രഹിതമായി മത്സരം ഇടവേളയ്ക്ക് പിരിഞ്ഞു. ഗോളി എമി മാർട്ടിനസിന്റെ മികവ് ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് സുരക്ഷയായി മാറി. രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ അർജന്റീന ഉണർവ് വീണ്ടെടുത്തു. 58-ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഷോട്ട് നിർഭാഗ്യം കൊണ്ടാണ് ഗോളാകാതെ പോയത്. ആദ്യ പകുതിയിലെ പരിക്ക് രണ്ടാം പകുതിയിലും വലച്ചതോടെ മെസ്സി 66-ാം മിനിറ്റിൽ നിറകണ്ണുകളോടെ കളത്തിന് പുറത്തേക്ക് മടങ്ങി. മെസ്സി പൊട്ടിക്കരയുന്നത് ഫുട്ബോൾ ലോകം തത്സമയം കണ്ടു. കളി കയ്യാങ്കളിയായി തുടരുന്നതാണ് പിന്നീടും കണ്ടത്. ഇതിനിടെ 76-ാം മിനിറ്റിൽ അർജന്റീനയുടെ നിക്കോളാസ് ഗോൺസാലസ് നേടിയ ഗോൾ ഓഫ് സൈഡായി വിധിച്ചു. ഇതിനുശേഷം അർജന്റീന ശക്തമായ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഗോൾ മാറി നിന്നു. 90 മിനിറ്റുകൾക്ക് ശേഷം എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളുടെയും ഗോൾ ശ്രമങ്ങൾ പാളി. എന്നാൽ രണ്ടാം പകുതിയിൽ ലൗട്ടാരോ മാർട്ടിനസിന്റെ സുന്ദര ഫിനിഷിംഗ് അർജന്റീനയ്ക്ക് ലീഡും കപ്പും സമ്മാനിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട് ചിത്രഭാനു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ചതുശ്രുതി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, 25 കലശം, കളഭപൂജ, കലശാഭിഷേകം, തിമിലപ്പണി, കളഭാഭിഷേകം, ശ്രീഭൂതബലി ചടങ്ങുകളും നടന്നു. തുടർന്ന് 2 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രതിഷ്ഠാ ദിനം എഴുന്നള്ളിത്തും മേളകലാരത്നം നെട്ടിശ്ശേരി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടായി. പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും ഭഗവാന്റെ പിറന്നാൾ സദ്യയായി നടത്തിയ പ്രസാദ ഊട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി.
എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാനും സംരംഭകരാകുവാനുമുള്ള ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ശില്പശാല നടത്തുന്നു. ജൂലൈ 22 രാവിലെ 10 കോലടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നതിന് 0487233116 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഗാർഗിൽ യുദ്ധവിജയത്തിന്റെ മുഖ്യ പങ്കുവഹിച്ച ബ്രിഗേഡിയൻ NA സുബ്രഹ്മണ്യനെ ആദരിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ചാവക്കാടുള്ള ഭവനത്തിലെത്തി അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിച്ചു. യുദ്ധങ്ങളിൽ പങ്കെടുത്തവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും മേജർ അഭിപ്രായപ്പെട്ടു. ലഫ്റ്റനന്റ് K. അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൈതൃകം സൈനിക സേവാ സമിതി കൺവീനർ KK വേലായുധൻ, സർവീസിലിരിക്കെ മരണപ്പെട്ട ഗുരുവായൂർ സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന്റെ പിതാവ് KV വിജയകുമാർ, പൈതൃകം കോർഡിനേറ്റർ അക്കൗണ്ടന്റ് രവി ചക്കത്ത് തുടങ്ങിയവർ ആദര സമ്മേളനത്തിൽ പങ്കെടുത്തു. യുദ്ധസേവ മെഡൽ ജേതാവ് കൂടിയായ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 048723723774, മൊബൈൽ 7902272374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നിയമനം. മത്സ്യബോർഡ് കേന്ദ്ര കാര്യാലയത്തിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ 1 വർഷത്തിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, IT-യിൽ BTech,
MCA പ്രായപരിധി 21-നും 35 വയസ്സിനും മധ്യേ. പ്രതിമാസ വേതനം 25,000 രൂപ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് രംഗത്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. തൃശൂർ ജില്ലക്കാർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ കമ്മീഷണർ, കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പൂങ്കുന്നം, തൃശൂർ 680002 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0477238388 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ മേയറുടെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപമാനകരമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി. തൃശൂർ മേയറുടെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ BJPയുടെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കയ്യാൽ പോലെയാണ് മേയർ MK വർഗീസ് നിലവിൽ പ്രവർത്തനം നടത്തുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും മേയറുടെ പ്രവർത്തനം ഇത്തരത്തിൽ ഉള്ളതായിരുന്നു എന്നും അദ്ദേഹം AIYF തൃശൂർ മണ്ഡലം ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഒളരിക്കരയിൽ നടന്ന ശില്പശാലയിൽ മണ്ഡലം പ്രസിഡന്റ് സിബി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അഖിൽ GM പ്രവർത്തനരേഖ അവതരിപ്പിച്ചു. P. ബാലചന്ദ്രൻ MLA, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി T. ഗോപിദാസ്, പ്രവീൺ AR, CP ജോസ്, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാതി രഞ്ജിത്ത് സ്വാഗതവും ട്വിങ്കിൾ മുരളീധരൻ നന്ദിയും പറഞ്ഞു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക. പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 12,008 നാളികേരവും 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത്. 9:30 ആനയൂട്ട് ആരംഭിക്കും. ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടി ആനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിക്കും. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേകം ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട്. വെറ്ററിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമേ ചടങ്ങിൽ പങ്കെടുപ്പിക്കൂ. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ വ്യ കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 1 കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാകിരണം, വിദ്യാജ്യോതി, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ വിജയാമൃതം, സഹചാരി, വിദൂര വിദ്യാഭ്യാസം, ശ്രേഷ്ഠം, ഇ-പ്രസ്റ്റ് മണി പദ്ധതികൾക്കായി അർഹരായവർ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകണമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പുക്കാവ് മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ലഭിക്കും. ഫോൺ 048723217002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി.
നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് ഡ്രൈവർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ കുറഞ്ഞത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. HGV ആൻഡ് HPV സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന. പ്രായപരിധി 18നും 58 വയസ്സിനും മധ്യേ. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും അസൽ പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂലൈ 17 രാവിലെ 11 മുളങ്ങുന്നത്തുകാവിലുള്ള നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പാളുടെ കാര്യാലയത്തിൽ ഹാജരാകണം. ഫോൺ 0487-2208-2005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മൂർക്കനിക്കര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കവചമൊരുക്കാം ലഹരിക്കെതിരെ, കൈകോർക്കാം നമ്മുടെ മക്കൾക്കായി എന്ന മുദ്രാവാക്യമുയർത്തി മൂർക്കനിക്കര സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സരിത സജീവൻ, ശോഭന കുഞ്ചു, ശ്യാമ രാധാകൃഷ്ണൻ, ഭവിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇന്നത്തെ പുതുതലമുറ നേരിടുന്ന ലഹരി എന്ന വിപത്തിനെതിരെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ ബാസിദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരി ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങളും നേരിടുന്ന നിയമ നടപടികൾ എന്തെല്ലാം, പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളും ക്ലാസ്സിൽ വിവരിച്ചു. സംഭവിക്കുന്നത് വഴിയാണ് ഓരോ പ്രദേശങ്ങളിലും വന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു നിയോഗം, ആ നിയോഗം അത് സംഭവിക്കുന്നതിനുള്ളൊരു നിമിത്തമായി ഭവിച്ചത് ഞങ്ങളുടെ ആദ്യം തന്നെ ആ ഒരു നിമിത്തം എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ MF സുരേഷ് സാർ അവർകളാണ്. അദ്ദേഹം പറഞ്ഞതായിരുന്നു മൂർക്കനിക്കര എന്നൊരു പ്രദേശം, അതിലെ ഒരു ഗ്രാമീണ വായനശാല അദ്ദേഹത്തിൻ്റെ മനസ്സോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണെന്നും, ഒപ്പം തന്നെ ഞങ്ങളുടെ കമ്മീഷണർ സ്ക്വാഡിലെ ലഹരിക്കെതിരായിട്ടുള്ള ഒരുപാട് കേസുകൾ കണ്ടെടുത്തുകൊണ്ട് തന്നെ ലഹരി മാഫിയകൾക്ക് ഒരു വലിയ രീതിയിൽ ഒരു പേടി സ്വപ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എക്സൈസിൻ്റെ കമ്മീഷണർ സ്ക്വാഡിലെ കൃഷ്ണപ്രസാദ് സാർ അവർകൾ, അദ്ദേഹം ഞാൻ പോലും എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞേയില്ല. ഞാൻ ഉള്ളിലേക്ക് വരുമ്പോഴും ഞാൻ കണ്ടിട്ട് ഞാൻ അവിടെ കാറിൽ ഇരുന്നോളാം എന്ന് പറയുമ്പോഴും ഈ താടി വെച്ച ആളാണെന്ന് എനിക്ക് അറിഞ്ഞേയില്ല. ഓരോ തലമുറ മാറുന്നതിനനുസരിച്ച് ലഹരിയുടെയും കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ രൂപങ്ങളിൽ നമ്മൊന്നും അറിയാത്ത രീതിയിൽ തന്നെ നമ്മളെ കാർന്നു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ കായിക മേഖലയിൽ തന്നെ നോക്കിയാൽ കേരളം കായിക മേഖലയൊക്കെ വളരെ മുന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെടുത്തുക കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പുറകോട്ട് പോകേണ്ട സ്ഥിതി നമുക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യം നമുക്കറിയാം, നമ്മൾ ഒളിമ്പിക്സിലും ലോകകപ്പിലൊക്കെ എന്താണ് നമ്മൾ നേടുന്നത്. അപ്പോൾ ഈ ലഹരി നമ്മുടെ പുതുതലമുറയെ കറന്നുകൊണ്ട് നമ്മുടെ വലിയൊരു ഭാവിയെ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും നമുക്ക് ചോദ്യചിഹ്നമായിരിക്കും ഈ കാലഘട്ടത്തിൽ. അതിനെതിരെ വലിയ രീതിയിലുള്ള അവബോധം ഇല്ലാതെയല്ല ഇത് ഒരുപാട് ക്ലാസ്സുകളും സമയം നടത്തുന്നെങ്കിൽ തന്നെയും എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇന്ന് ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇതിലൊക്കെ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് കാണാതായ ജോയിക്ക് വേണ്ടി തെരച്ചിലാണ്. മുക്കാട്ടുകര കോങ്കുളങ്ങര ഭഗവതി ക്ഷേത്ര നവീകരണ കലശത്തിനുള്ള ആദ്യ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ താന്ത്രിക കർമ്മങ്ങളാൽ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളും ആനയൂട്ടും നടന്നു. രാവിലെ നട തുറന്ന ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം 9 മണിക്ക് ആനയൂട്ട് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി പുറത്തേക്കെഴുന്നള്ളി. ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദഊട്ടുണ്ടായി. സന്ധ്യയ്ക്ക് വിശേഷൽ നിറമാല, ചുറ്റുവിളക്കോടുകൂടിയ ദീപാരാധന, മഹാഭഗവത് സേവ എന്നിവയും ഉണ്ടായി.
ഞാൻ കൊടുക്കില്ല അതൊക്കെ ഇറക്കണേ കൊടുക്കണേ ചേച്ചി പിന്നെ അവിടെ കൊടുക്കാം അവിടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോപ്പ അമേരിക്ക കിരീടം അർജന്റീനയ്ക്ക് എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ ലൗട്ടോരയുടെ ഗോളിലാണ് വിജയം. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ പൂജകളോടെ നടന്നു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ 16-ന് നടക്കുന്ന ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗാർഗിൽ യുദ്ധവിജയത്തിന്റെ മുഖ്യ പങ്കുവഹിച്ച ബ്രിഗേഡിയൻ NA സുബ്രഹ്മണ്യനെ ആദരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.